വേദവ്യാസായ നമഃ. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാന്യതായാവതർത്ഥകൃത് അർപ്പയിത്വാത്മനായാവത് ആഭാസമിതമീശ്വരം സമേ ഹരിരുഗ്രജാതേः. ഉഗ്രജാതിയിൽ അസുരജാതിയിൽ ജനിച്ച എൻ്റെ സ്തുതി കൊണ്ടാണോ ഇനി അങ്ങ് ശാന്തനാവുക? അപ്പോൾ ഭഗവാൻ ശാന്തനാക്കാൻ എൻ്റെ സ്തുതി കൊണ്ടാണോ ഇനിയിപ്പോൾ ശാന്തനാവുക? ബ്രഹ്മാവ് അടക്കം സ്തുതിച്ചിട്ട് കോപം ശമിക്കാത്ത ഭഗവാൻ ഇനി ഞാൻ സ്തുതിച്ചിട്ടാണോ ഭഗവാൻ ശാന്തനാവുക? അത് സ്വയം ഒരു എന്താ പറയുക, ഒന്ന് തന്നെ ഒന്ന് താഴ്ത്തുന്ന പോലെയാണ് പ്രഹ്ലാദൻ ആദ്യം തന്നെ ഒരു വാചകം പറഞ്ഞത്. എന്നിട്ട് പ്രഹ്ലാദൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്നല്ല അർത്ഥം. ഭഗവാനെ എനിക്ക് പേടിയില്ല, അങ്ങയുടെ ഈ രൂപത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുള്ള ഒന്നുണ്ട്. അതെന്താ? ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രകഥനൽ ഗ്രസദം പ്രണീതഹം. സംസാര ചക്രം എന്ന് വെച്ചാലോ, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരം. ഇതിങ്ങനെ ജനിക്കുക മരിക്കുക, വീണ്ടും ജനിക്കുക മരിക്കുക, ഈ വട്ടം കറങ്ങലില്ലേ, അതിലാണ് എനിക്ക് ഭയമുള്ളത്. എല്ലാവരുടെയും സ്തുതിയിലുണ്ടായിരുന്ന ഒരേ ഒരു വാചകം എന്താ? ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങ് എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നു, ഞങ്ങൾക്ക് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഹിരണ്യാകശിപു കൊല്ലപ്പെട്ടു, ഇനി അങ്ങ് നിൽക്കണമെങ്കിൽ നിൽക്കാം, മുടങ്ങി പോകാം. അതല്ല എൻ്റെ മലയാളം, അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി അങ്ങ് പോയാൽ അങ്ങയെ കൊണ്ട് ഇനി ഞങ്ങൾക്കൊരാവശ്യമില്ല, അപ്പോൾ എന്നാണല്ലോ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ സ്വാർത്ഥതയിൽ നിന്ന് പ്രഹ്ലാദൻ്റെ സ്തുതിയിലേക്കുള്ളൊരു വ്യത്യാസം അത്രേ. ഭാഗവത സപ്താഹം എത്രയോ ഖണ്ഡങ്ങളായിട്ടും ഉപഖണ്ഡങ്ങളായിട്ടും മുറിച്ചുള്ളതാണ്. അതിൽ ശങ്കരാചാര്യരുടെ വിശദീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഭാഗവത സപ്താഹമാണ് അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അറിയാൻ പറ്റിയത്. ഇത് തന്നെ പല രീതിയിലുണ്ട്. ഭാഗവതം, ശ്രീമദ് മഹാഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ തന്നെ പല വ്യക്തികൾ പല രീതിയിൽ എഴുതപ്പെട്ടതായിട്ടുണ്ട്. അത് ഓരോരോ മഹത്തായ വ്യക്തികളുണ്ട്. രാമായണം എഴുതിയതാണെങ്കിലും പല രീതിയിൽ പലർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണക്റ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ സമയത്തെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇതില് ഞാൻ ജ്ഞാനമാർഗവുമായിട്ട് ഈ സപ്താഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാതിരിക്കുമ്പോഴും ശരിയല്ല, പറയുമ്പോഴും ശരിയല്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കിയെടുത്തോട്ടെ. അതില് ഇപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഭഗവത് സപ്താഹത്തിന്റെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ വിശദീകരിക്കുന്നത് എന്താന്ന് വെച്ചാല്, പ്രഹ്ലാദൻ, നരസിംഹം, അതുപോലെ ഹിരണ്യകശിപു എന്നുള്ള അസുരന്റെ ആ ഒരു ടൈമിംഗ് ആണ് അവിടെ ഇന്ന് വിശദീകരിച്ച് കണ്ടത്. അത് ഗംഭീരായിട്ട് നല്ല രീതിയിൽ വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു വീഡിയോസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അസുരനും, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ദേവനും എന്നത് ഒരു വ്യക്തമായ കാര്യമാണ്. അവ്യക്തമായ കാര്യമല്ല, വ്യക്തമായ കാര്യം. എന്നിട്ടോ ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഭഗവത്ഗീത ഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ ആ രീതിയിൽ അങ്ങനെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. എന്തിനാ നമ്മൾ തെറ്റിദ്ധരുത്താൻ പോകണം? അല്ലാത്തവരെ സംബന്ധിച്ച് ഭഗവാൻ എന്താന്നുള്ളത് അറിയാം.
ബി കേസ് നോൺ ബി കേസ് ആയാലും ശരി, ബി കേസ് ആയാലും ശരി, ജ്ഞാനം കിട്ടിയവരായാലും ശരി, ജ്ഞാനത്തിന്റെ അഡ്വാൻസ് കിട്ടിയവരായാലും ശരി, എന്തായാലും ഭഗവത്ഗീത ശരിക്ക് ഒരു ഭഗവാനേ ഉള്ളൂ. ആ ഒരു ഭഗവാൻ പറഞ്ഞതിന്റെ വ്യത്യസ്തമായ തരംതിരിവുകൾ, അതിന്റെ ഒരു തരംതിരിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത. ബ്രഹ്മകുമാരീസിലേക്ക് വരുമ്പോഴോ അതും തരംതിരിവാണ്. ഇപ്പൊ നടക്കുന്ന അവിടെയും തരംതിരിവാണ്. കാരണം അവിടെ ഭഗവാൻ പറഞ്ഞിട്ട് പോയത് വേറെ, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിലൂടെ എഴുതപ്പെട്ട് അതിനെ ഒന്നുകൂടെ തരംതിരിച്ചിട്ടിട്ട് പറഞ്ഞത് വേറെ. രണ്ടു രീതിയിലാണ്. ശരിക്കും പറയണ്ടേ, ആർക്കെങ്കിലും പറയണ്ടേ ഭഗവാന് ഇനി നേരിട്ട് വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാനൊന്നും പറ്റില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട രീതിയിൽ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന രീതി. പലരും പലതും പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ശരിയായ കാര്യം ഒരാൾ പറഞ്ഞു പോയി കഴിഞ്ഞു, ആ ആളുടെ അടുത്തുനിന്ന് മറ്റുള്ളവർക്ക് ഗ്രാസ്പ് ചെയ്ത് അവരതിനെ വേറെ രീതിയിൽ അവതരിപ്പിക്കും. എന്തൊക്കെ അവതരിപ്പിച്ചാലും അതിൻ്റെ ഒരു സത്യം ഉണ്ടാവുമല്ലോ, ആത്യന്തികമായ സത്യം ഉണ്ടാവുമല്ലോ. അത് അങ്ങനെ പറഞ്ഞു പോരാന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ, ഹിരണ്യകശിപുവിന്റെ വധവും കഴിഞ്ഞ് നരസിംഹമായിട്ട് മഹാവിഷ്ണുവിന്റെ ആ ഒരു രൂപത്തെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പ്രഹ്ലാദൻ മടിയിൽ കയറിയിരുന്നതും, എനിക്ക് ഭഗവാനെ പേടിയില്ല, എനിക്ക് ആകെ പേടിയുള്ളത് ചക്രത്തെയാണ്. ചക്രത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ജനന മരണ ചക്രം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഇത്രയും കർമ്മങ്ങൾ ഉള്ളത് തന്നെ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സദാ എല്ലാവരും മുക്തിയിലായിരുന്നു, എന്താ ഉണ്ടാവുക? സദാ മുക്തിയാണെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ ഇത് വേണം, ഇവിടെ യുദ്ധം വേണം, മുക്തി വേണം, ജീവൻ മുക്തി വേണം, എല്ലാം വേണം. അപ്പൊ അതിന്റെ ഒരു ഡീപ്പ് വെർഷനായിട്ട് അങ്ങനെ പോകാനല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ എല്ലാം വേണം. എന്നാ ഭഗവാനെ പേടിക്കണ്ട, ചക്രത്തെയും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകും. നെഗറ്റീവിനും പേടിക്കണ്ട, പോസിറ്റീവിനും പേടിക്കണ്ട. നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഹാർട്ട്ലി വെൽക്കം ചെയ്യേണ്ട, ഒന്ന് മാറ്റി നിർത്തേണ്ട സമയമായി കഴിഞ്ഞാൽ മാറ്റി നിർത്തുക. നെഗറ്റീവ് തന്നെ ഉപയോഗിക്കേണ്ടവനാണെങ്കിൽ അവൻ അതിന് മാക്സിമം ഉപയോഗിക്കട്ടെ. എന്നിട്ട് ആ നെഗറ്റീവ് കൊണ്ട് അവൻ തന്നെ അതിലടയും. അതിപ്പോ നമുക്കൊക്കെ അനുഭവമാണ്. നമ്മളൊക്കെ നെഗറ്റീവ് കൊണ്ട് അടഞ്ഞ ആളുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സങ്കല്പങ്ങൾ നിരവധി ചെയ്ത ഒരേ ഒരു ടീം, അത് സനാതന ധർമ്മത്തിലുള്ളവരാണ്. ആരാണ് സനാതന ധർമ്മത്തിൽ ഒന്നിൽ വന്ന് അവസാനം വരെ ഉള്ളവര്? അവരേറ്റവും മാക്സിമം അടഞ്ഞു കഴിഞ്ഞു. അവർക്കിത് വീണ്ടും കിട്ടുമ്പോൾ, വീണ്ടും സനാതനം കിട്ടുമ്പോൾ, അതിന്റെ പ്രാലബ്ധം അനുഭവിക്കുമ്പോൾ അവരിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാലബ്ധം, സംഗമയുഗി പ്രാലബ്ധം എന്ന് ബാബ പറഞ്ഞത് എന്താണ്? ആ കിട്ടിയ പ്രാലബ്ധം എന്താണ്? അത് വെച്ചിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നന്നായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട സംഭവമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരാളെ ഇനി കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ചിന്തിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാനുണ്ട്, ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുണ്ട്, ഓരോരുത്തർക്ക് എന്താ പറയാ, ഇതിനെ നേരിടേണ്ടതുണ്ട്. നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയല്ലേ നമ്മളെല്ലാവരും ജീവിക്കണം. നെഗറ്റീവിന്റെ മാക്സിമം അടി അടിച്ചോട്ടെ, നോ പ്രോബ്ലം. പോസിറ്റീവിന്റെ മാക്സിമം അടി അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ ശരി, ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആദ്യം ഒരു കൊളാഷനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പോസിറ്റീവ് ഹൈ ലെവലിലേക്ക് വരുമ്പോൾ പിന്നെ നെഗറ്റീവിനോട് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. കാരണം പോസിറ്റീവാണ് പിന്നെ വീണ്ടും ചാർജ് ചെയ്ത് വരും. ചാർജ് സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഭഗവത്ഗീതയുടെ കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. നമ്മളതിനെ പറ്റി കൂടുതലായിട്ട് വിശകലനം ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് കേട്ടതും കണ്ടതുമായുള്ള കാര്യങ്ങൾ പറയാം. ഭഗവാനെയും പേടിക്കണ്ട, ചക്രത്തെയും പേടിക്കണ്ട. പ്രഹ്ലാദനാണെങ്കിൽ പേടി ചക്രത്തിനെയാണ്. ഭഗവാനാണെങ്കിലോ മറ്റേ ദേവന്മാർക്കാണെങ്കിലോ ഭഗവാന്റെ നരസിംഹ അവതാരത്തിനെയാണ് പേടി. അപ്പൊ ഇത് രണ്ടും പേടിക്കണ്ട, എല്ലാത്തിലും നന്മ ഉണ്ട്.